സിഡൗൺ. നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ട് എനിക്ക് കുറച്ച് കംപ്ലയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരെയും പറ്റിയിട്ടുമുണ്ട്, ബോയ്സിനെയും ഗേൾസിനെയും പറ്റിയിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ഫ്രണ്ട്സ് അല്ലേ മക്കളെ? ഈ ബോയ്സും ഗേൾസും ബ്രേക്ക് ടൈമിനൊക്കെ മാറി നിന്ന് ഒളിച്ചും പാത്തു നിന്ന് സംസാരിക്കേണ്ട കാര്യം എന്തുവാ? നിങ്ങളുടെ ഈ പ്രായം കഴിഞ്ഞിട്ടാണ് ഞാനും വന്നിട്ടുള്ളത്, പറഞ്ഞ് മനസ്സിലായോ? നിങ്ങളെക്കാട്ടി ഒരുപാട് ഓണം കൂടുതലുണ്ടതാണ് ഈ ടീച്ചർമാർ. നിങ്ങൾ വിചാരിക്കും ടീച്ചർമാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഇതൊന്നും ആരും അറിയുന്നില്ല എന്ന്. പക്ഷെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, ഊണിലും ഉറക്കത്തിലും തുരുമ്പിലും അവിടെ എല്ലായിടും ടീച്ചർമാരെ കണ്ണുണ്ട്. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള സമയമാണിപ്പോൾ. പഠിക്കാനാണ് നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ കഷ്ടപ്പെട്ടില്ലാത്ത പൈസയ്ക്ക് തന്ന് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ വേറെ പരിപാടികൾക്ക് നിൽക്കരുത്. വേണ്ടാത്ത പരിപാടികൾക്ക് എൻ്റെ മക്കൾ നിൽക്കാതിരിക്കുക. പിന്നെ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടുള്ള കറക്കം അതൊന്നും ഇവിടെ വേണ്ട. അതൊന്നും നമ്മുടെ സ്കൂൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. സൈക്കിളിൽ പോകുന്നവർ ഇവിടെ കറങ്ങി ഒന്നും നിൽക്കേണ്ട, പെട്ടെന്ന് തന്നെ പോവുക. ബോയ്സും ഗേൾസും തമ്മിലുള്ള പേഴ്സണൽ റിലേഷൻഷിപ്സ് ഒന്നും ഈ ക്ലാസ്സിൽ വേണ്ട. നിങ്ങൾക്ക് ഈ പ്രായത്തിൽ അങ്ങനെ പലതും തോന്നും, പക്ഷെ ഇതൊന്നുമല്ല ജീവിതം. ഇപ്പം പഠിത്തമാണ് മെയിൻ. പിന്നെ ഞാൻ അറിയുന്നുണ്ട് സ്കൂൾ വിട്ട് കഴിയുമ്പോഴുള്ള ചില കുരുത്തക്കേടുകളെ പറ്റിയിട്ട്, സൈക്കിളിൽ കറങ്ങാൻ പോകുന്നതും ഷവർമ തിന്നാൻ പോകുന്നതിനെയൊക്കെ പറ്റിയിട്ട്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല, മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിക്കോളും. ബോയ്സും ഗേൾസും ഒരു പേഴ്സണൽ ഫ്രണ്ട്ഷിപ്സും ഇവിടെ ഇനി വേണ്ട. ക്ലാസ് റൂമിൻ്റെ അകത്തും വേണ്ട, പുറത്തും വേണ്ട. വേദയും ആനന്ദും സ്റ്റാഫ് റൂമിലോട്ടൊന്ന് വന്നേ. ബാ. ഇങ്ങനെ പറയുമ്പോൾ ആർക്കും മനസ്സിലാവത്തില്ലല്ലോ ആരെ പറ്റിയാന്ന്.